ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ രണ്ടാം എൽ ക്ലാസിക്കോയിൽ മുംബൈക്ക് തകർപ്പൻ ജയം. സീസണിലെ ആദ്യ നേർക്കുനേർ പോരാട്ടത്തിൽ മുംബൈയെ CSK തോൽപ്പിച്ചിരുന്നു. ഇതിന് പലിശയടക്കം പകരം വീട്ടുന്ന ജയമാണ് മുംബൈ നേടിയെടുത്തത്. 9 വിക്കറ്റിനാണ് തട്ടകത്തിൽ മുംബൈ ജയം നേടിയെടുത്തത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത CSKക്ക് 5 വിക്കറ്റിന് 176 റൺസാണ് നേടാനായത്. മറുപടിക്കിറങ്ങിയ മുംബൈ 26 പന്തും 9 വിക്കറ്റും ബാക്കിയാക്കിയാണ് ജയിച്ചത്. രോഹിത് ശർമ്മ 76ഉം സൂര്യകുമാർ യാദവ് 68ഉം എന്നിവരുടെ ബാറ്റിംഗ് പ്രകടനമാണ് മുംബൈക്ക് അനായാസം ജയം ഒരുക്കിയത്. CSKയുടെ ദയനീയ തോൽവിക്ക് പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാനാവും. ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല. എന്നാൽ CSKയുടെ തോൽവിക്ക് കാരണം നായകൻ MS ധോണിയുടെ പിഴവുകളാണെന്ന് പറയാം. ക്യാപ്റ്റൻ എന്ന നിലയിൽ ധോണിക്ക് സംഭവിച്ച പിഴവുകൾ എങ്ങനെയാണ് മുംബൈക്ക് ഗുണകരമായതെന്ന് പരിശോധിക്കാം. മുംബൈ ഇന്ത്യൻസിനെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കാൻ CSK ബോളർമാർക്കായില്ല. സ്പിൻ കരുത്തിലാണ് CSK വിശ്വസിച്ചത്. ന്യൂ ബോളിൽ ഖലീൽ അഹമ്മദിനൊപ്പം ജാമി ഓവർട്ടണെ വിശ്വസിച്ച CSK മദീഷ പതിരാനയെ കൊണ്ടുവന്നത് 14ാം ഓവറിലാണ്. 13 ഓവറിൽ 127 റൺസ് നേടി മുംബൈ അടിത്തറപ്പാക്കിയ ശേഷമാണ് CSK പതിരാനയെ പരീക്ഷിക്കുന്നത്. ടീമിന്റെ പ്രധാന പേസറെ കൊണ്ടുവന്ന് കൂട്ടുകെട്ട് പൊളിക്കാൻ ധോണി ശ്രമിക്കാതിരുന്നത് മണ്ടത്തരമായെന്നാണ് ആരാധകർ പറയുന്നത്. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും അതിവേഗത്തിലാണ് റൺസ് ഉയർത്തിയത്. 3ാം നമ്പറിലെത്തിയ സൂര്യകുമാർ സ്പിന്നർമാരെ കടന്നാക്രമിച്ചാണ് കളിച്ചത്. ഈ കൂട്ടുകെട്ടിനെ വളരാൻ അനുവദിക്കാതെ തുടക്കത്തിലെ തകർക്കാൻ പതിരാനയെ ഉപയോഗിക്കണമായിരുന്നു. ഇരുവരും ഏറെ നേരം ക്രീസിൽ തുടർന്ന് ഫോമിലേക്ക് എത്തിയ ശേഷം പതിരാനയെ കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം? ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റാണ് പതിരാന. എന്നാൽ നിർണായക കൂട്ടുകെട്ട് പൊളിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പതിരാനയെ ഉപയോഗിച്ച് ശ്രമിക്കാതിരുന്നത് നായകന്റെ പിഴവാണ്. സൂര്യയും രോഹിത്തും മികച്ച റെക്കോർഡുള്ള സീനിയർ താരങ്ങളാണ്. ഇവർ ഫോമിലേക്ക് എത്തിയ ശേഷം പതിരാനയെ ഉപയോഗിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. തുടക്കത്തിലെ കൂട്ടുകെട്ട് പൊളിക്കാൻ സ്റ്റാർ പേസറെ ഉപയോഗിക്കാത്തത് ധോണിയുടെ പിഴവാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ഖലീൽ അഹമ്മദ് എറിഞ്ഞ ആദ്യ ഓവറിൽ മുംബൈയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ CSKക്ക് അവസരം ലഭിച്ചു. ഖലീൽ അഹമ്മദിന്റെ പന്തിൽ റിയാൻ റിക്കിൾട്ടൺ വിക്കറ്റ് ലഭിച്ചതാണ്. LBയിൽ കുടുങ്ങിയെങ്കിലും കാര്യമായി അപ്പീൽ ചെയ്യാൻ ബൗളറായ ഖലീൽ അഹമ്മദ് തയ്യാറായില്ല. എന്നാൽ വിക്കറ്റ് കീപ്പറും നായകനുമായ ധോണിക്ക് പന്തിന്റെ ദിശ മനസ്സിലാക്കാനാവാതെ പോയത് വലിയ പിഴവായി. ഇതോടെ CSK റിവ്യൂ ചെയ്യാൻ തയ്യാറായില്ല. 10 റൺസിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ ലഭിച്ച അവസരം CSK പാഴാക്കിയപ്പോൾ 1ാം വിക്കറ്റിൽ 63 റൺസാണ് മുംബൈ അടിച്ചെടുത്തത്. CSK ഫീൽഡർമാരുടെ പ്രകടനവും നിരാശപ്പെടുത്തുന്നതായിരുന്നു. ധോണി പൊതുവെ റിവ്യൂ എടുക്കുന്നതിൽ അധികം പിഴവ് വരുത്താത്ത താരമാണ്. എന്നാൽ മുംബൈക്കെതിരെ വൈഡ് റിവ്യൂ ചെയ്യുന്നതിലടക്കം ധോണിക്ക് തെറ്റുപറ്റി. മുംബൈയുടെ ബാറ്റ്സ്മാൻമാരെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കാൻ CSK ബോളർമാർക്കായില്ല. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച മുംബൈ ബാറ്റിംഗ് നിര അനായാസം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. ടീമിന്റെ തോൽവിക്ക് പിന്നാലെ ബാറ്റിംഗ് നിരയാണ് ധോണി പഴിച്ചത്. മുംബൈയിൽ ഈ സ്കോർ മതിയാകില്ലെന്നാണ് ധോണി അഭിപ്രായപ്പെട്ടത്. രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ മഞ്ഞുവീഴ്ചയുടെ മുൻതൂക്കമുണ്ട്. ജസ്പ്രീത് ബുംറയെ പോലെ സൂപ്പർ ബോളർ ഡെത്ത് ഓവറിൽ മുംബൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ പവർ പ്ലേ പരമാവധി മുതലാക്കാൻ ശ്രമിക്കണമായിരുന്നു എന്നും ധോണി പറഞ്ഞു.